എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ബാലചന്ദ്രൻ മേനോനാണ് വൈജയന്തിയുടെ ഭർത്താവെന്നുള്ള കാര്യം സ്റ്റാൻലി അറിയുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു? അതെ, എനിക്കെല്ലാം അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തിനാണ് അന്വേഷിച്ച് പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അന്വേഷിക്കണമല്ലോ, അന്വേഷിക്കേണ്ട കാര്യമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊട്ടാരമറ്റത്തിൽ അവധക്കുട്ടിയുടെ മകൻ സ്റ്റാൻലി ജോസഫിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ വെറുതെ അല്ല ഇങ്ങോട്ട് വന്നത്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ വൈജയന്തിയായിട്ട് പിരിയുന്ന സമയത്ത് വൈജ പൂർണ്ണ ഗർഭിണിയായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതിനുശേഷം അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ലെന്ന് ചോദിക്കും. ഇല്ല, എൻ്റെ അമ്മച്ചിയുടെ മരണവുമായിട്ട് സംബന്ധിച്ച് ഞാൻ പുനലൂരായിരുന്നു. ആ സമയത്താണ് വൈജയെ അവളുടെ സഹോദരന്മാർ ചേർന്ന് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയത്. അവൾക്ക് സഹായത്തിന് ഞാനൊരു ആയയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നുള്ള അറിവാണ് ഗംഗാധര മേനോൻ ചേർന്നാണ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയെന്നുള്ള കാര്യം. പക്ഷേ അതിനുശേഷം ഞാൻ വൈജയെ അന്വേഷിച്ച് അവരുടെ വീട്ടിൽ പോയിരുന്നു, കൊല്ലപ്പള്ളിയിൽ. അതിനുശേഷം എനിക്ക് അവളെ കാണാനോ അവളെ കോൺടാക്റ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കും. കുഞ്ഞോ? ഇല്ല, അവൾ പൂർണ്ണ ഗർഭിണിയാണെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയ കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ അതിനെ വളർത്തിക്കാണും. നിങ്ങളുടെ ആ ധാരണ തെറ്റാണ് മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്. ആ കുഞ്ഞിനെ വൈജയുടെ സഹോദരങ്ങൾ ചേർന്ന് ഒരു ത്യാഗഭവനം എന്ന് പറഞ്ഞ ഒരു അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചു എന്ന് പറയും. അനാഥ മന്ദിരത്തിലോ? അതെ. ആ കുഞ്ഞ് ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയും. ആ കുഞ്ഞാണ് അലീന. അതെ, 23 വർഷം അവളൊരു അനാഥയായിട്ടാണ് കഴിഞ്ഞത്. അതിനുശേഷം അവൾ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അവൾ എന്നെ ജന്മം കൊണ്ട് അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ഞാനാണ് അവളുടെ അച്ഛൻ. അവളെ സ്വന്തം മകളെപ്പോലാണ് ഞാൻ വളർത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യം, ഇത്രയും നാൾ അവളെ ഞാൻ നോക്കി, പക്ഷേ ഇനി അവൾ വളരേണ്ടത് അവളെ സ്വന്തം അച്ഛൻ്റെ കൂടെ. അവളെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അപ്പം സ്റ്റാൻലി ജോസഫ് ഒന്നും മിണ്ടാതെ നിൽക്കും. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മകളായി അവളെ സ്വീകരിച്ച് നിങ്ങളുടെ കൂടെ ഇവിടെ താമസിപ്പിക്കണം. അതാണ് എൻ്റെ ആവശ്യമെന്ന് പറയും. അത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്നും പറയാൻ സാധിക്കില്ല. എനിക്കറിയാം നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റത്തില്ലെന്ന്. പെട്ടെന്നൊരു ദിവസം ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയിലെ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മാനസികമായിട്ടും വിഷമമായിരിക്കും. ഞാൻ ആ സാഹചര്യത്തിൽ കൂടി കടന്നുപോയ ഒരാളായതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അലീനയെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കാൻ വന്നതല്ല. നിങ്ങളുടെ മകളായി സ്വീകരിച്ച് അവളെ നിങ്ങളുടെ കൂടെ താമസിപ്പിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് അവളെ എൻ്റെ കൂടെ താമസിപ്പിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അവൾ എന്നെ അച്ഛാന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ അവൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അവൾ 23 വർഷം അവളൊരു അനാഥയായിട്ടാണ് ജീവിച്ചത്. ഇനിയും ഒരു അനാഥത്വത്തിലോട്ട് അവളെ തള്ളിവിടാൻ എനിക്ക് കഴിയുമില്ല. അതുകൊണ്ട് തന്നെ അവൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ കൂടുതലാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിർത്തിയത്, അലീനയുടെ സ്വന്തം അച്ഛൻ്റെ മുമ്പിൽ. നിങ്ങളാണ് അവളെ ഏറ്റവും സുരക്ഷിതമായി ഏറ്റെടുക്കാൻ യോഗ്യനായ ആളെന്ന് ബാലേന്ദ്രൻ സ്റ്റാൻലി എടുത്ത് പറയുന്നുണ്ട്. അവൾക്ക് എന്തും ഞാൻ ചെയ്തു കൊടുക്കാം. അവളുടെ പേരിൽ നല്ലൊരു തുക ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാം. അവൾക്ക് നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കാം, വീട് മേടിച്ചു കൊടുക്കാം, അവളെ വിവാഹം കഴിപ്പിച്ചയക്കാം. അത്രയും ചെയ്താൽ പോരെയെന്ന് നോക്കും. പോരാ, അതൊന്നും നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അവൾക്ക് സമൂഹത്തിന് മുമ്പിൽ അച്ഛൻ എന്നൊരു പേര് പറയണം. ആ സമൂഹത്തിന് മുമ്പിൽ അവൾക്ക് അച്ഛൻ ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ വേണം. ഇത്രയും നാളും അനാഥയായിട്ടിരുന്ന അവൾക്ക് അറിയാം വൈജയന്തിയാണ് അവളുടെ അമ്മയെന്നുള്ള കാര്യം. വൈജയ്ക്ക് അറിയാവോ അങ്ങനൊരു മകളുണ്ടെന്നുള്ള കാര്യം? ഇല്ല, വൈജയന്തിക്ക് അറിയത്തില്ല അലീന അവളുടെ മകളാണെന്ന്. പക്ഷേ ത്യാഗഭവനത്തിൽ നിന്ന് അവൾ വന്നത് വൈജയന്തിയുടെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അച്ഛൻ ഞാനാണെന്നറിയാവോ? ഇല്ല, നിങ്ങളാണ് അച്ഛൻ എന്ന കാര്യവും അലീനയ്ക്ക് അറിയില്ല. അലീനയ്ക്ക് അമ്മ എന്ന് മാത്രമേ അലീനയ്ക്ക് അറിയത്തുള്ളൂ എന്ന് പറയും. പക്ഷേ ഞാനാണ് അവളുടെ അച്ഛനെ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ എത്തണമെന്നുള്ള ആഗ്രഹം എനിക്കാണ്. നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം പറയണ്ട. നിങ്ങൾ ആലോചിച്ചതിന് ശേഷം തീരുമാനം പറഞ്ഞാൽ മതി. ഇതാണ് എൻ്റെ കാർഡ്. ഇതിനകത്ത് എൻ്റെ പേരും ഫോൺ നമ്പരും അഡ്രസ്സും ഉണ്ട്. നിങ്ങൾക്കെന്നെ കോൺടാക്റ്റ് ചെയ്യാം. ആലോചിച്ചിട്ട് നിങ്ങളൊരു മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ തിരികെ പോവുകയാണ്. അതിനുശേഷം സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ അവർ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഗോവർദ്ധൻ്റെ വൈഫ് സുലോചന വിളിക്കുന്നത്. ചേട്ടാ, പോയിട്ട് 2-3 ദിവസമായില്ലേ, ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. എവിടെയാണ് നിങ്ങൾ? ഞാൻ ബാലേട്ടൻ്റെ കൂടെ ഇപ്പം പുനലൂരാണ്. ഞങ്ങൾ കുളത്തൂപ്പുഴ, പുനലൂർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാലേട്ടനെ വളരെ അർജൻറ്റായിട്ട് ആളെ കാണുമായിരുന്നു. അയാൾ
ആയിട്ടൊരു മിലിറ്ററിക്കാരനാണ്, അങ്ങനെ അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇന്ന് വരുമോ എന്ന് ചോദിക്കും. ഇന്ന് മിക്കവാറും ഇന്ന് തന്നെ എത്താനാണ് സാധ്യത കൂടുതലെന്ന് പറയും. ഞങ്ങൾക്ക് ഇനി ഇവിടെയും കയറാനില്ലെന്ന് പറയും. ബാലേട്ടൻ എന്ത് പറയുന്നു? കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഞങ്ങൾ തിരിക്കുമെന്ന് പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം ബാലചന്ദ്രനും ഗോവർദ്ധനുമായിട്ട് ഹോട്ടലിൽ വന്നതിന് ശേഷം അവർ സംസാരിക്കുന്ന സമയത്താണ് ഗോവർദ്ധൻ അറിയുന്നുണ്ട് വൈജയന്തിയാണ് അലീനയുടെ അമ്മയെന്നുള്ള കാര്യം. അലീനയുടെ അച്ഛനെ തേടിയാണ് ബാലചന്ദ്രൻ പുനലൂർ കുളത്തൂപ്പുഴയ്ക്ക് വന്ന കാര്യവും ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ഗോവർദ്ധനെ ചോദിക്കുന്നുണ്ട്, 23 വർഷവും ആ കുട്ടി ഒരു അനാഥയെ പോലെ കഴിഞ്ഞു. ഇത്രയും സൗകര്യമുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ട് അവൾ എന്ത് കഷ്ടപ്പാട് അനുഭവിച്ചു ബാലേട്ട. അതെ, ഇനിയും അവളൊരു അനാഥത്വത്തിലോട്ട് ചെന്ന് കയറേണ്ടെന്ന് കരുതിയാണ് ഞാൻ അവളുടെ സ്വന്തം അച്ഛനെ തിരഞ്ഞെത്തിയത്. പക്ഷേ അയാൾക്ക് അവളെ സ്വീകരിക്കുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ അയാൾക്ക് മാനസികമായിട്ടും ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും അവൾ പോകുന്നതിന് മുമ്പ് അവളെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം. അത് അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹമാണ് അതിന് ഏറ്റവും യോഗ്യൻ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തേടി ഇറങ്ങിയെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഗോവർദ്ധനം പറയും, ഇത്രയും നാളും ബാലേട്ടൻ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച് നടന്നതായിരുന്നില്ലേ? അതെ, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ ഈ സത്യമെല്ലാം അറിയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് മറ്റൊരാളിൽ നിന്ന് ഗർഭിണിയായ കാര്യം ഞാൻ വളരെ വൈകിയാണ് ഗോവർദ്ധൻ അറിഞ്ഞത്. അതിനുശേഷം ഞാൻ പോയത് അവളുടെ സഹോദരൻ്റെ അടുത്താണ്. അയാളിൽ നിന്ന് എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞത്. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. വലിയൊരു ചതിയാണ് വീട്ടുകാരെല്ലാവരും ചേർന്ന് എന്നോട് ചെയ്തത്. അതിന് ഇത്രയെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണ്ടായോ എന്ന് ചോദിക്കും. പിന്നെ ഗോവർദ്ധൻ ഇങ്ങനെ ബാലേട്ടന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് പറയും. അപ്പോൾ അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണല്ലേ എന്ന് പറയും. അതെ, വൈജയന്തിയുടെ മൂത്ത മകളാണ് അലീന. അവൾക്ക് ആ സ്നേഹവും ഇഷ്ടവും എന്നും അവൾക്ക് വൈജയന്തിയോട്. അവൾ എന്തെല്ലാം ദ്രോഹങ്ങൾ അവളോട് ചെയ്താൽ പോലും അവൾ അതാണ് തിരിച്ചൊന്നും പ്രതികരിക്കാത്തത്. എൻ്റെ മക്കളെപ്പോലും അവൾ സ്വന്തം സഹോദരങ്ങളെ പോലാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതും എന്തെല്ലാം തെറ്റുകളിൽ പൊയ്ക്കൊണ്ടിരുന്ന രോഹിത്തിനെയും ബബിതയെല്ലാം അവളാണ് ചേർത്ത് പിടിച്ചത്. അവളെ എനിക്ക് കഴിയുമോ ഗോവർദ്ധനൻ ഒരു അനാഥയായി തിരിച്ച് പറഞ്ഞയക്കാൻ എന്ന് ചോദിക്കും. ശരിയാ ബാലേട്ടാന്ന് പറയും. അങ്ങനെ അവർ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ബബിതയും കൃഷ്ണ എല്ലാവരും അവർക്കൊക്കെ വലിയ സന്തോഷമാവും അലീനയ്ക്കുമൊക്കെ. കാരണം യാത്രയൊക്കെ കഴിഞ്ഞ് അവർ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ പോയ യാത്രയൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഇനി അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുമെന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം അലീനെ എനിക്കൊന്ന് കാണണമെന്ന് ഗോവർദ്ധനം പറയും. അപ്പോൾ അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അലീന വരുന്ന സമയത്ത് തന്നെ അലീന ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്താ അങ്കിൾ ഇതുവരെ കാണാത്തണൊക്കെ നോക്കുന്നത്? ആദ്യമായിട്ട് കാണുന്ന പോലെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അലീന ശരിക്കും വൈജയന്തിയുടെ മകളാണെന്ന് അറിഞ്ഞതിന് ശേഷം ഗോവർദ്ധനം കാണുന്നതാണ്. അപ്പോൾ ആ ഒരു നോട്ടം കറക്റ്റ് ആ ഒരു അമ്മയുടെ മകളാണെന്ന് അറിയുന്ന ഒരു ആകാംക്ഷ വരുത്തമായിട്ട് ഇങ്ങനെ ഗോവർദ്ധനം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി വളരെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്താ പറയും, മേനോനോട് എന്ത് തീരുമാനം പറയുമെന്ന് കരുതി. ആ സമയത്ത് ആൻ്റപ്പൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സർവൻറ്റും ഉണ്ട്. അല്ലെങ്കിൽ എന്തു പറ്റി? അല്ല, അവർ പോയതിന് ശേഷം ഇപ്പം സാറിനെ കാണാൻ ഒരാൾ വന്നില്ലേ, ഒരു ബാലചന്ദ്രൻ മേനോൻ. അതെ, അയാൾ പോയതിന് ശേഷം കേണൽ സാറ് തീ ചവിട്ടി നിൽക്കുന്ന കണക്കാണ്, ഭയങ്കര ടെൻഷൻ കണക്ക് നിൽക്കുന്നത്. എന്താ അവർ ഇത്രയും ടെൻഷനുള്ള കാര്യം വന്ന് സാറിനോട് പറഞ്ഞത്? അറിയത്തില്ലല്ലോ. എന്തായാലും സാറ് ഭയങ്കര ടെൻഷനിലാണെന്ന് ആൻ്റപ്പൻ ചേട്ടനോട് അവിടെ നിൽക്കുന്ന ആ ഒരു സർവൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.